ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ട റൈസ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കാം. പുട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മട്ട റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. എത്രത്തോളം പുട്ട് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് റൈസ് എടുക്കേണ്ടതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 3-4 തവണ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഇതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടും. മട്ട റൈസ് വെച്ച് മാത്രമല്ല, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഏത് പുഴുക്കലരി വെച്ചിട്ട് നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 4 തവണ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് കുതിർത്തെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ഓവർനൈറ്റ് ഇത് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും അരി കുതിർത്തെടുക്കണം. ഇപ്പം രാവിലെ നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു അരിപ്പയിലോ സ്ട്രെയിനറിലോ നമുക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പയിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. നമ്മുടെ വെള്ളമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ 2 തവണയായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. മിക്സിയിൽ ഒരുപാട് അരിയിട്ട് പൊടിച്ചാൽ നല്ല പരുവത്തിന് പൊടിഞ്ഞ് കിട്ടില്ല. മിക്സിയുടെ ജാറിൻ്റെ പകുതി ഭാഗത്ത് അരി നിൽക്കുന്ന വിധത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങ് തീരെ ഫൈനായിട്ടല്ല, നമ്മൾ പുട്ടുപൊടിക്ക് ചെറിയ തരിതരിപ്പുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ പുട്ടുപൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ പുട്ടുപൊടിയേക്കാളും നല്ല സോഫ്റ്റാണ്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഈ പൊടിക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പുകൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ മിക്സ് ചെയ്യുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. അങ്ങനെ 2 തവണയായിട്ട് ഞാൻ അരി മുഴുവനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ പുട്ടുണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ അരി പൊടിച്ചെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് ഈ പൊടിക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുട്ട് നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ തേങ്ങാപ്പീര ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. തേങ്ങ അധികമായിട്ട് ഉപയോഗിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഞാനിവിടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. ഇവിടെ നമ്മൾ അരി കുതിർത്ത ഉടനെ തന്നെ പൊടിച്ചെടുത്തത് കൊണ്ട് ഈ പൊടിയിൽ അത്യാവശ്യം നനവുണ്ട്. എങ്കിലും കൈവെള്ളം തളിച്ചിട്ട് ഒന്നുകൂടി നമ്മൾ നനച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് നനഞ്ഞു വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ട കിട്ടിയിട്ടില്ല. ഈ ഒരു പരുവത്തിൽ വേണം നനച്ചെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ കൈകൊണ്ടൊന്ന് പിടിച്ചെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇതുപോലെ പിടിച്ച് കിട്ടണം. അതുമാത്രമല്ല, നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഒട്ടും കട്ട കെട്ടാതെ പൊടിഞ്ഞ് കിട്ടുകയും വേണം. അപ്പോൾ നമ്മൾ പൊടി നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് പുട്ടുകുറ്റിൻ്റെ അടിയിലേക്ക് ചില്ലിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പുട്ടുകുറ്റിയുടെ പകുതി ഭാഗത്ത് നിൽക്കത്തക്ക വിധത്തിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടഭാഗത്ത് നമ്മൾ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗത്ത് പുട്ടുപൊടി ചേർത്ത് കൊടുക്കാം. ഈ പുട്ടുപൊടി ഇട്ടതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ, കാരണം മുകളിലേക്ക് ആവി വരാനുള്ളതാണ്. ഇനി മുകൾ ഭാഗത്ത് നമ്മൾ കുറച്ച് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തുണ്ടല്ലോ, നമ്മൾ പുട്ടുകുടത്തിൽ വെള്ളം വെച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിരുന്നു. ഇനി പുട്ടുകുറ്റി മൂടിയതിന് ശേഷം നമുക്ക് ആവിയിൽ വെക്കാം. അങ്ങനെ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. പുട്ടുകുടത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഏകദേശം ഒരു 4-5 മിനിറ്റ് മാത്രം ആവിക്ക് വെച്ചാൽ മതിയാവും. ഇനി പുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള പുട്ടും തയ്യാറാക്കിയെടുക്കാം. അരിപ്പൊടി ഇല്ലെങ്കിലും അരി കുതിർത്ത് വെച്ചിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറാക്കിയെടുക്കാം. കണ്ടില്ലേ, ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതെ പുട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നനയ്ക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിൻ്റെ അളവൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അരിപ്പൊടി ഇല്ലെങ്കിലും അരി കുതിർത്ത് പൊടിച്ചാൽ ഉടനെ തന്നെ ഈ പുട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ അരിപ്പൊടി വെച്ച് തയ്യാറാക്കുന്ന പുട്ടിനേക്കാളും നല്ല സോഫ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. മണിക്കൂറുകൾ ഇരുന്നാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുന്നില്ല. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.